എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ കോഞ്ചിറോ ഹാസിറ ആളാണെങ്കിൽ എവിടേക്കോ ധൃതിയിൽ പോവാണ്. അത് കണ്ട ഷിനോബു അവനോട് കാര്യം തിരക്കും. അതിനവൻ പറയും ഒരു പ്രത്യേക സ്ഥലത്ത് ഡീമൺസ് ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടി. സോ ഞാൻ അവിടേക്ക് പോയി അവറ്റകളെ തകർക്കാനായിട്ട് പോവാണ്. അതൊരു അപ്പർ റാങ്ക് ഡീമനാണ്, അതുകൊണ്ട് എനിക്കതിനെ തകർത്തേ പറ്റൂ. അതിരിക്കട്ടെ, നീ എന്തിനാ ആ ടാൻസറോയെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയെ? അവനെ എന്തുകൊണ്ട് നീ ഏറ്റെടുത്തു? അവനെ നൈസായിട്ട് നിനക്ക് തട്ടാനാണോ? അതിന് അവള് പറയും, അയ്യോ ഇല്ല ഇല്ല, ഞാൻ അവന് ട്രീറ്റ്മെന്റ് കൊടുക്കാനാണ് അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. അതിനവനാണെങ്കിൽ അവളെ നോക്കി ചിരിച്ച് ടാറ്റാ ബൈബി ഒക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോവും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ചെമ്പമുടിയൻ. അവനാണെങ്കിൽ ഇപ്പോഴും ആ കയ്പുള്ള മരുന്ന് കുടിക്കാൻ കഴിയാതെ ഒച്ചത്തിൽ കരയാൻ തുടങ്ങും. നമ്മുടെ ടാൻജറോ ആണെങ്കിൽ അത്രയും കയ്പുള്ള മെഡിസിൻ യാതൊരു കൂസലും ഇല്ലാതെ സിമ്പിളായിട്ട് കുടിക്കുകയാണ്. ചെമ്പമുടിയനാണെങ്കിൽ അത് കണ്ട് വണ്ടടിച്ച് ഇപ്പൊ ദേഷ്യപ്പെട്ട് പറയും, യു ഗായ്സ് ആർ അൺബിലീവബിൾ. എനിക്ക് വൃത്തികെട്ട മരുന്ന് തന്ന് ടാൻജറോയ്ക്ക് മാത്രം നല്ല മരുന്ന് കൊടുക്കുകയാണല്ലേ. അതിന് ടാൻജറോ അവനാണെങ്കിൽ ചെമ്പനോട് പറയും, നീ എന്തായി പറയണേ? നിനക്ക് തന്ന സെയിം മെഡിസിൻ തന്നെയാണ് എനിക്കും തന്നത്. ഇതൊരു ഹോസ്പിറ്റലാണ്, ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞു തർക്കം. അപ്പോഴായിരിക്കും ഹീറോയെ ഹെൽപ്പ് ചെയ്ത ആ ഡീമൺ സ്ലെയർ അവിടേക്ക് വരിക. ആ ഡീമൺ സ്ലെയർ കരുതിയത് നമ്മുടെ ആൾക്കാരുടെ എല്ലാവരുടെയും കാറ്റ് പോയി കാണുമെന്നാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ടാൻജറോട് കാഷ്വലായിട്ട് സംസാരിക്കും. ടാൻജറോ ആ ഡീമൺ സ്ലെയറിനെ ഇപ്പോൾ ചെമ്പമുടിയനെ പരിചയപ്പെടുത്തി കൊടുക്കും. ആ മൗണ്ടെയിനിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടതും പരിചയപ്പെട്ടതും. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരുപാട് നേരം ആ ഡീമൺസുമായിട്ട് ഫൈറ്റ് ചെയ്തതാണ്. ഫൈറ്റിന്റെ ഇടയിൽ ഞങ്ങൾ എവിടേക്കൊക്കെയോ 2 ധ്രുവങ്ങളിലേക്കായി വേർതിരിക്കപ്പെട്ടു പോയി. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ ഇവനെ കാണുന്നത്. അങ്ങനെ അവർ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടി അവള് വീണ്ടും അവിടേക്ക് കയറി വന്ന് ചെമ്പമുടിയനോട് ദേഷ്യപ്പെടും. മര്യാദയ്ക്ക് ഈ മെഡിസിൻ കുടിക്ക്, അല്ലെങ്കിൽ ഇഞ്ചക്ഷന്റെ രൂപത്തിൽ ഇത് ഞാൻ നിന്റെ ബോഡിയിലേക്ക് കുത്തിക്കയറ്റും. നോ, എനിക്ക് ഈ മെഡിസിൻ വേണ്ട, ഞാനിത് കഴിക്കില്ല എന്ന് പറഞ്ഞ് അവൻ ഓടി വന്ന് ടാൻജറയുടെ പുറകിൽ ഒളിച്ചിരിക്കുകയാണ്. അതേസമയം ആ ഡീമൺ സ്ലെയർ ആളാകെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് ഹീറോ ചോദിക്കും, എന്തുപറ്റി? നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവൻ തല താഴ്ത്തി ഹീറോയോട് പറയും, ഞാൻ ഇവിടെ തിരികെ എത്തിയ അന്നു മുതൽ ഈ ഹാസിറാസ് എല്ലാം നടന്ന കാര്യങ്ങൾ ചോദിച്ച് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാണ്. അവൻ പറയുന്നത് കേട്ട് ഷിനോബു അവിടേക്ക് വരും. ഷിനോബുയെ കണ്ട് ഷോക്കായിട്ട് അവൻ ചാടി എഴുന്നേക്കാണ്. ആ ഡീമൺ സ്ലെയർ ആണെങ്കിൽ ഷിനോബുവിനോട് സോറി പറഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് ഓടും. ഇവിടെ ഷിനോബു ഹീറോയോടും പന്നിത്തലനോടും പറയും, നാളെ മുതൽ നിങ്ങൾക്ക് ട്രെയിനിങ് തുടങ്ങുകയാണ്, റീഹാബ് ട്രെയിനിങ് ആണ്. സോ നാളെ നിങ്ങൾ ട്രെയിനിങ്ങിന് വേണ്ടി ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണമെന്ന് പറഞ്ഞ് അവൾ കടന്നു പോകും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ചെമ്പമുടിയനാണെങ്കിൽ കണ്ണാടിയിൽ അവന്റെ മുടിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കുകയാണ്. അതിനുശേഷം ടാൻജറോയെ കുറിച്ചും പന്നിത്തലേനെ കുറിച്ചും ചിന്തിക്കും. ഷിനോബു അവളൊരു പാവം സ്ത്രീയാണെന്ന് പറഞ്ഞ് അവൻ ആലോചിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ചെക്കന്മാർ അവിടേക്ക് വരിക. അവരാണെങ്കിൽ ആകെ ക്ഷീണിച്ച് തളർന്നാണ് വന്നിരിക്കുന്നത്. അവരുടെ കോലം കാണുമ്പോൾ തന്നെ അവന് മനസ്സിലാവും ട്രെയിനിങ് അത് വളരെ ഹാർഡാണെന്ന്. നെക്സ്റ്റ് ഡേ ടാൻജറോയും നമ്മുടെ പന്നിത്തലേനും അവർ രണ്ടുപേരും ചെമ്പമുടിയനെയും കൂട്ടിയാണ് ട്രെയിനിങ്ങിന് പോവുക. ചെമ്പമുടിയനാണെങ്കിൽ പേടിച്ച് ആ ട്രെയിനിങ് എടുക്കുന്ന സ്ഥലത്തേക്ക് വരും. 3 പെൺകുട്ടികളാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. അതിലൊരു പെൺകുട്ടി പന്നിത്തലേനെ ബെഡിൽ കിടത്തി അവന്റെ ബോഡിയൊക്കെ സ്ട്രെച്ച് ചെയ്യാണ്. ഒരുപാട് വേദനയിൽ പന്നിത്തലയൻ കരയാൻ തുടങ്ങും. അതിനുശേഷം ചില മെഡിസിൻസ് ഒക്കെ ഗ്ലാസുകളിലാക്കി മറ്റൊരു പെൺകുട്ടി അങ്ങനെ നിരത്തി വെക്കും. അവളാണെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, നിങ്ങളുടെ എതിരാളിയെ തടഞ്ഞ് ഈ കപ്പിലുള്ള മെഡിസിൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഫേസിൽ ഒഴിക്കുക. അതാണ് നിങ്ങളുടെ ടാസ്ക്. ഈ 2 ടാസ്കും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫുൾ ബോഡി വാമപ്പും എക്സസൈസ് ഒക്കെ നിങ്ങൾക്ക് തരും. ചെമ്പമുടിയനാണെങ്കിൽ ടെൻഷനായിട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ 2 പേരെയും അവിടുന്ന് പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. നിങ്ങൾ 2 പേരും എന്നെ ചീറ്റ് ചെയ്യായിരുന്നല്ലേ? ഇത്രയും വൃത്തികെട്ട ട്രെയിനിങ് ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വരില്ലായിരുന്നു. എന്നെയും പറഞ്ഞു പറ്റിച്ച് നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ പന്നിത്തലേന്റെ മുഖത്ത് ആഞ്ഞെട്ടിക്കും. എന്തായാലും കുഴപ്പമില്ല, അത് പെൺകുട്ടികളല്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും അവരെ കറക്കിയെടുക്കാം. അവരെ കയ്യിലെടുത്താ പിന്നെ നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവരെങ്ങനെ കയ്യിലെടുക്കാന്നുള്ള ട്രിക്കൊക്കെ ചെമ്പമുടിയനാണെങ്കിൽ ഇപ്പോ പന്നിത്തലേന് പറഞ്ഞു കൊടുക്കും. ചെമ്പമുടിയനാണെങ്കിൽ ആ പെമ്പിള്ളേരെ ഇംപ്രസ് ചെയ്യാനായിട്ട് അവരുടെ അടുത്തേക്ക് വരും. കമോൺ ഗേൾസ്, എനിക്ക് സ്ട്രെച്ചിങ് തരൂ. അവരവന് സ്ട്രെച്ചിങ് കൊടുക്കും. അവനാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആസ്വദിക്കുകയാണ്. അതിനുശേഷം 2ാമത്തെ ടാസ്ക്, അവൻ ആ പെൺകുട്ടിയെ പറ്റിച്ച് ഇപ്പൊ മെഡിസിൻ അവളുടെ മുഖത്തേക്ക് വലിച്ചെറിയാൻ തയ്യാറാവും. പക്ഷെ ഒരു സെക്കൻഡ് അവൻ അവളുടെ കയ്യിൽ തൊട്ട് പറയും, എനിക്ക് പെൺകുട്ടികളെ ഹേർട്ട് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. സോ നിന്നെ ഹേർട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവൻ ഇങ്ങനെ ഒരു വട്ടനാണല്ലോ എന്ന് പറഞ്ഞ് ആ പെണ്ണ് തലയ്ക്ക് കൈ കൊടുക്കും. അതിനുശേഷം നമ്മുടെ ചെമ്പമുടിയൻ അവളുമായിട്ട് ഫുൾ ബോഡി ട്രെയിനിങ് എടുക്കുകയാണ്. അതിനവൻ ഓടി വന്ന് അവളുടെ മുഖത്ത് ഒരു ചുംബനം അങ്ങ് കൊടുക്കും. അതിനവള് അവളുടെ കൈ മടക്കി ഒരൊറ്റ അടി. പിന്നീട് പന്നിത്തലേനും നമ്മുടെ ഹീറോയും അവർ 2 പേരും അവരുടെ കൂടെ ട്രെയിനിങ് എടുത്ത് ഫെയിൽ ആവുകയാണ്.
നമ്മുടെ ആൾക്കാർ 3 പേരും ഇപ്പം മത്സരിച്ച് ആ കോനോന്ന് പേരുള്ള പെൺകുട്ടിയായിട്ട് ട്രെയിനിങ് എടുത്തോണ്ടേയിരിക്കും. ഓരോ ട്രെയിനിങ്ങിലും മത്സരത്തിലും നമ്മുടെ ആൾക്കാർ 3 പേരും ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ്. ഹീറോ ഒരുപാട് സങ്കടത്തിൽ അവിടുന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ ആ 3 പെൺകുട്ടികൾ അവർ പിന്നാലെ പോയി ഹീറോയെ വിളിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളാണെങ്കിൽ ടാഞ്ചറോട് പറയും, ഞങ്ങൾ ഒരുപാട് നേരമായി നിങ്ങളുടെ പിന്നാലെ വന്ന് വിളിച്ചു കൊണ്ടേയിരിക്കുന്നു, പക്ഷെ നിങ്ങളാണെങ്കിൽ ഞങ്ങളെ മൈൻഡ് പോലും ചെയ്തില്ല. അതിന് ടാഞ്ചറോ തിരിഞ്ഞ് അവരോട് സോറി പറയും. സോറി, ഞാൻ മറ്റെന്തോ ഒരു ചിന്തയിലായിരുന്നു. ആ കുട്ടികളാണെങ്കിൽ ഇപ്പൊ ടാഞ്ചറോയ്ക്ക് ഒരു ടവൽ കൊടുക്കും. ആ ടവൽ വെച്ച് അവനവന്റെ ബോഡി മുഴുവൻ മോപ്പിയാണ്. കുട്ടികൾക്കാണെങ്കിൽ ടാഞ്ചറോയെ ഭയങ്കരമായിട്ട് ഇഷ്ടാവും. നിങ്ങൾക്ക് 24 hours ആ ബ്രീത്തിങ് ടെക്നിക്ക് അത് ഉപയോഗിക്കാൻ കഴിയോ? അതിന് ഹീറോ പറയും, ഇല്ല, ഇതുവരെ ഞാൻ അങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്കറിയോ? അതിനെ കുട്ടികൾ പറയും, ഹാസ്രാസ് എല്ലാവരും 24 hours ടോട്ടൽ ബ്രീത്തിങ് കോൺസെൻട്രേഷൻ അത് യൂസ് ചെയ്യും, അത് ചെയ്യാറുമുണ്ട്. അവർ മാത്രമല്ല, മിസ് കോനോയും ടോട്ടൽ കോൺസെൻട്രേഷൻ ബ്രീത്തിങ് അത് ചെയ്യും. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെക്കഴിഞ്ഞും കൂടുതൽ അവരും സ്ട്രെങ്ത്തും ഒക്കെ ഉള്ളത്. അത് കേട്ട് ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ് ആവും. ഓക്കെ, കുഴപ്പമില്ല, നാളെ മുതൽ ഞാനും ടോട്ടൽ കോൺസെൻട്രേഷൻ ബ്രീത്തിങ് അത് ട്രെയിൻ ചെയ്യാം, എനിക്കും അവരെ പോലെ ആവണമെന്ന് പറഞ്ഞ് ടാഞ്ചറോ ആണെങ്കിൽ വേറെ വഴിയില്ലാതെ ഇപ്പോൾ ഒറ്റയ്ക്ക് വന്ന് ട്രെയിനിങ് തുടങ്ങും. ടോട്ടൽ കോൺസെൻട്രേഷൻ ബ്രീത്തിങ് അവൻ ഒരുപാട് നേരമായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവന് പതിയെ പതിയെ നെഞ്ച് വേദനിക്കും. അവന്റെ ലങ്സിന്റെ കപ്പാസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവൻ ഇടയ്ക്ക് വെച്ച് അത് നിർത്തേണ്ടതായിട്ട് വരികയാണ്. പക്ഷെ ഹീറോ ആണെങ്കിൽ തോൽവി സമ്മതിക്കാതെ വീണ്ടും അത് ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. അവന്റെ കഷ്ടപ്പാടൊക്കെ കണ്ട് ആ പെൺകുട്ടികൾ അവര് 3 പേരും അവന് കഴിക്കാൻ ഫുഡും വെള്ളവും അങ്ങനെ എല്ലാം എത്തിച്ചു കൊടുക്കും. ഹീറോ ആണെങ്കിൽ സന്തോഷത്തിൽ അതെല്ലാം കഴിക്കും. അവരാണെങ്കിൽ ഹീറോയ്ക്ക് ഒരു ബോട്ടിൽ ചൂണ്ടി കാണിച്ചു കൊടുക്കും. നീ നല്ല രീതിയിൽ എയർ കൊടുത്ത് ഇതിൽ എയർ ഊതി ഫില്ല് ചെയ്ത് ഈ കുപ്പി പൊട്ടിക്കണം. ആ ഹാസറാസ് എല്ലാവരും അതുപോലെ ചെയ്യും, നീയും അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു വലിയ കുപ്പി കാണിച്ചു കൊടുക്കും. ലാസ്റ്റ് ടൈം കോനോൻ അവൾ ഈ കുപ്പിയാണ് എയർ ഫില്ല് ചെയ്ത് പൊട്ടിച്ചത്. ഹീറോ ആണെങ്കിൽ ആ ബോട്ടിൽ കണ്ട് വണ്ടർ അടിക്കും. അതിനുശേഷം വീണ്ടും അവന്റെ ട്രെയിനിങ്ങിന് വരികയാണ്. ആ പെൺകുട്ടിയാണെങ്കിൽ നമ്മുടെ പന്നിത്തലേനെയും ചെമ്പമുടിയെയും അന്വേഷിക്കും. അതിന് ഹീറോ പറയും, ഐ എം സോറി, അവർ 2 പേരും വന്നില്ല. നെക്സ്റ്റ് ഡേ തീർച്ചയായിട്ടും ഞാൻ അവരെയും കൂട്ടി വരുമെന്ന് പറഞ്ഞ് ഹീറോ ഇപ്പോൾ ട്രെയിനിങ് എടുക്കാൻ തുടങ്ങും. ഓരോ ദിവസം കഴിയുന്തോറും ഫ്രീ ടൈംസ് കിട്ടുന്ന അനുസരിച്ച് ഹീറോ ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവൻ രാത്രിയിലും ട്രെയിനിങ് ചെയ്യുന്നത് കണ്ട ഷിനോബു അവന്റെ അടുത്തേക്ക് വരും. നീ ഡേ ടൈമിലും രാത്രിയിലും ഒക്കെ തന്നെ ട്രെയിനിങ് ചെയ്യാണല്ലോ, നിന്റെ ഫ്രണ്ട്സിന് ട്രെയിനിങ് ഒന്നും വേണ്ടേ? അതിന് ഹീറോ പറയും, അവർക്ക് 2 പേർക്കും ഈ ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ ഒരല്പം ഹാർഡാണ്, പക്ഷെ കുഴപ്പമില്ല, ഞാനിതൊക്കെ ട്രെയിൻ ചെയ്തതിന് ശേഷം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് അവർ 2 പേരും ഇപ്പൊ കാഷ്വലായിട്ട് സംസാരിക്കാൻ തുടങ്ങും. ഷിനോബു പറയും, ആക്ച്വലി എനിക്ക് ഡീമൺസിനോടൊക്കെ ഭയങ്കര വെറുപ്പാണ്, പക്ഷെ എൻ്റെ ചേച്ചിക്ക് ഡീമൺസിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ ഒരുപാട് തവണ അവളും ഡീമൺസുമായിട്ടുള്ള കണക്ഷൻ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അപ്പോഴേക്കും അവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള അവളുടെ ടീമിന്റെ കൈകൊണ്ട് തന്നെ അവൾ മരണം ഏറ്റുവാങ്ങി. മരിക്കുന്നതിന് മുൻപ് എൻ്റെ ചേച്ചി ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം ഡീമൺസുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യണം എന്നതാണ്. അതിനുവേണ്ടിയാണ് ഏതെങ്കിലും ഒരു ഡീമൺ ഒരൊറ്റ ഡീമണുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അതെന്നെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞ് അവൾ കടന്നു പോവും. ഹീറോ ആണെങ്കിൽ വീണ്ടും അവന്റെ ട്രെയിനിങ് അത് കണ്ടിന്യൂ ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.